നമസ്തേ. 78-ാം സങ്കീർത്തനം. മരുഭൂമിയിലവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ ദുഃഖിപ്പിച്ചു. മിസ്രയീമിൽ അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവന്റെ കൈയും ശത്രുവിന്റെ വശത്തുനിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്ന യാത്രയാണ് നോമ്പ്. മരുഭൂയാത്രകളിൽ പരീക്ഷണങ്ങളുണ്ട്. അപ്പവും വെള്ളവുമില്ലാതെ വരിക, തണലും തുണയുമില്ലാതെയാവുക, നിശ്ചയമായും പിറുപിറുപ്പുകൾക്ക് സാധ്യതയുണ്ട്. 40 സംവത്സരം മരുഭൂമിയിലൂടെ വാഗ്ദത്ത ഭൂമിയും കാക്ഷിച്ചു പോകുന്ന ദൈവജനം എത്ര വട്ടമാണ് പിറുപിറുക്കുന്നത്. യഹോവയ്ക്കും തന്റെ ദാസനായ മോശയ്ക്കുമെതിരെ 10 പ്രാവശ്യം മറുതലിച്ചുവെന്നാണ് തിരുവെഴുത്ത് സാക്ഷിക്കുക. ആദ്യത്തേതിലെല്ലാം ശരീരമാണ് സംസാരിക്കുന്നത്, അതിന്റെ വിശപ്പുകളാണ്. ഇവിടെ അപ്പമില്ല, വെള്ളമില്ല, കിട്ടിയതിന് ചുവയുണ്ട്. മിസ്രയീമിലാകട്ടെ ഇറച്ചിക്കലങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ജഡീകമായ വിശപ്പിന്റെ വിളികളാണ് അത്രയും. രണ്ടാമതാകട്ടെ യാത്രയുടെ ദൈർഘ്യവും ഇടയ്ക്കിടെയുള്ള വൈദേശിക ആക്രമണങ്ങളും അവരെ നിരാശയിലാഴ്ത്തുന്നു. ദൈവം നൽകിയ സുന്ദര സ്വപ്നത്തിന്റെ മധുരം മറന്ന് യാത്രയുടെ കയ്പിനെക്കുറിച്ച് ഭാരപ്പെടുന്നു. ഇവിടെ മനസ്സാണ് പ്രതികരിക്കുന്നത്. മൂന്നാമത്തേത് ആത്മീയ പ്രതിസന്ധിയാണ്. ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുന്നു. പുതിയ നേതൃത്വം വേണമെന്ന് ശാഠ്യം പിടിക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് പകരം തങ്ങൾ തന്നെ തെരഞ്ഞെടുക്കണമെന്ന് വാശി കാട്ടുന്നു. ദൈവപ്രിയമല്ലാതെ ജനപ്രിയം തേടുന്നു. ദൈവകേന്ദ്രീകൃതമായ ജീവിതം സ്വയകേന്ദ്രീകൃതമാകുന്നു. 3 പരീക്ഷകൾ: ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും. നോമ്പാകുന്ന ഈ മരുഭൂമി യാത്രയിൽ നാമും നേരിടേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. ദൈവമേ, എന്റെ പിറുപിറുപ്പുകളെ ശമിപ്പിക്കുന്ന ഔഷധക്കൂട്ടായി ഈ നാളുകൾ മാറിയിരുന്നെങ്കിൽ. എന്റെ അഹന്തയുടെ വർത്തമാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സുന്ദര ദിവസങ്ങളായി ഈ നാളുകൾ പരിണമിച്ചെങ്കിൽ. നിന്നെ പരീക്ഷിക്കുവാൻ പിശാചിനോട് കൂട്ടുചേരുന്നതായി ഈ നാളുകൾ മാറാതിരുന്നെങ്കിൽ. ആമേൻ. ആദരവോടെ സഖ്യാർ.